നമ്മുടെ പേജിൽ നോർമൽ ഇടുന്ന ടൈപ്പ് ഒരു വീഡിയോ അല്ല, കുറച്ച് ലെങ്തി വീഡിയോ ആണിത്. എന്നാലും എന്തായാലും എല്ലാവരും അവസാനം വരെ വീഡിയോ കണ്ടിരിക്കുക. അച്ഛാ, അമ്മേ, നിങ്ങളുടെ മകള് നന്നായി പഠിച്ച് ഡോക്ടർ ആകുമെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. പക്ഷേ ഇനിയും ഒരിക്കൽ കൂടി നീറ്റ് പരീക്ഷ എഴുതാനുള്ള ധൈര്യം എനിക്കില്ല. എൻ്റെ ആദ്യ ശ്രമത്തിൽ തന്നെ ഞാൻ നല്ല മാർക്ക് നേടി. അതേ മാർക്ക് ഇനിയും നേടാൻ കഴിയുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. സോറി അച്ഛാ, സോറി അമ്മേ, ഞാനെല്ലാം നശിപ്പിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർന്നുവെന്നും അതിനുശേഷം ആ നീറ്റ് എക്സാം ക്യാൻസൽ ചെയ്തിട്ട് പുതിയൊരു നീറ്റ് എക്സാമാണ് വരാൻ പോകുന്നത് എന്നുള്ള ന്യൂസ് അറിഞ്ഞതിന് ശേഷം ജീവനൊടുക്കിയ മധ്യപ്രദേശ് സ്വദേശിനിയായിട്ടുള്ള 18-കാരി ആകാൻക്ഷ ചതുർവേദി ലാസ്റ്റായിട്ട് നോട്ട് ബുക്കിൽ എഴുതി വെച്ച കുറച്ച് വാക്കുകളാണ് ഞാനിപ്പോൾ വായിച്ചത്. നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആകാൻക്ഷ മോള് നല്ല ഹാപ്പി ആയിരുന്നു. 650 മാർക്കെങ്കിലും കിട്ടുന്ന അവൾക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. എന്നാൽ നീറ്റ് എക്സാം ക്യാൻസൽ ആക്കി എന്നുള്ള ഒരു വാർത്ത വന്നപ്പോൾ അവൾ മൊത്തത്തിൽ തകർന്നുപോയി. ഞങ്ങളോടൊന്നും പിന്നെ അധികം സംസാരിക്കാതെ, അവൾ അധികം ഭക്ഷണം കഴിക്കാതെ, അവസാനം ഞങ്ങളുടെ മോള് ഇത് ചെയ്യുമെന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൾ അത്രയും ഷോക്കിലായിരുന്നു, അവൾ അത്രയും തകർന്നു പോയിട്ടുണ്ടായി. ആകാൻക്ഷയുടെ അമ്മാവനായിട്ടുള്ള ജഗദീഷ് പറഞ്ഞു വെക്കുന്ന വാക്കുകളാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. മോളുടെ പഠനത്തിന് വേണ്ടിയിട്ട് ആകാൻക്ഷയുടെ അച്ഛൻ 3 ലക്ഷത്തോളം രൂപ കാർഷിക ലോൺ വരെ എടുത്തിട്ടുണ്ടായിരുന്നു. അതും പോരാഞ്ഞിട്ട് കുക്കിങ്ങിന്റെയും കാറ്ററിംഗിന്റെയും ജോലികൾക്കും പോയിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? മകളെ ഒരു ഡോക്ടറാക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ആകാൻക്ഷയുടെ ഇത് ഒറ്റൊരു സംഭവമല്ല. നീറ്റ് എക്സാം ചോദ്യപേപ്പർ ചോർച്ച കാരണം ക്യാൻസൽ ആക്കിയെന്നും പുതിയൊരു നീറ്റ് എക്സാം ആയിരിക്കും വരാൻ പോണേന്നുള്ള ന്യൂസ് വന്നതിന് ശേഷം നമ്മുടെ ഇന്ത്യയിലെ എമ്പാടായിട്ട് 10-ലധികം സ്റ്റുഡൻസ് ആണ് ഇതുപോലെ ജീവനൊടുക്കിയത്. എന്ത് കാരണമാണ്? നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ പാളിച്ചകൾ കാരണം. ഇവരുടെ ജീവനുകൾക്കൊന്നും ഒരു വിലയില്ലേ? ഇതിനൊക്കെ ആര് ഉത്തരം പറയും?